ഒലിവിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കൺമണി നമ്മളോട് പറയാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. 3 ദിവസം അവിടെ പോയി വർക്ക് ചെയ്ത് നമ്മൾ പോയത് സാലറി പ്രതീക്ഷയാണ്. ഇവര് വീഡിയോയിലൊക്കെ പറയുന്നത് 25,000 രൂപ സാലറി, 40,000 രൂപ സാലറി. സാലറി എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. ഇല്ലാത്ത പക്ഷെ അവർ പറയണം കമ്മീഷൻ ആണ് തരുന്നതെന്ന്. അപ്പൊ നമ്മൾ അത് പ്രതീക്ഷയെ പോകത്തുള്ളൂ. ഇപ്പൊ ഇത്രയും രൂപ സാധാരണക്കാരെല്ലാം പോകുന്നത് അത് പ്രതീക്ഷ. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന ആദ്യത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം ഒരു സമ്മതപത്രം എഴുതിപ്പിച്ച് അതിലിങ്ങനെ സാലറിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഫിക്സഡ് എമൗണ്ട് ഇല്ല, കമ്മീഷൻ ആണെന്ന്. കമ്മീഷൻ നമ്മൾ ആ ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. അവിടെ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമുക്ക് അവരെ ഡ്രസ്സ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കമ്മീഷൻ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഷോപ്പിൽ അധികം സെയിലോ കാര്യങ്ങളോ നടക്കുന്നില്ല. അവിടെ തന്നെ 2, 3, 4, 5 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ കഴിഞ്ഞാണ് നമ്മുടെ ടേൺ വരുന്നത്. അപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമർ എടുക്കണമെന്ന് ഉറപ്പില്ല. അപ്പൊ അവരെടുക്കാത്ത പക്ഷെ നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ചുമ്മാ അവർക്ക് ജോലി ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയാകും. ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുന്നതിന് പ്രശ്നമില്ല. അപ്പൊ ഞാൻ എന്റെ അനിയത്തിയും കൂടാണ് അവിടെ പോയത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ തിരിച്ച് വീട്ടിൽ സംസാരിച്ചപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്നാണെങ്കിലും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോവണ്ട, പിന്നെ ലേറ്റ് ആവുന്നത്. അവര് വീഡിയോയിലെല്ലാം പറയുന്നത് വെറും 3 മണിക്കൂറേ നമുക്ക് വർക്ക് ഉള്ളു, അത് കഴിഞ്ഞ് ആടാം പാടാം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ 10:30-ക്കാണ് ചെല്ലാൻ പറഞ്ഞ് ഇന്റർവ്യൂവിന് എടുത്തത്. പക്ഷെ ആദ്യത്തെ ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫ് പറഞ്ഞ് 9:30 ആകുമ്പോൾ കറക്റ്റ് ഇവിടെ വരണം, പിന്നെ 6:30, 6:45 ആകുമ്പോഴേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ 7 മണിയാവും, 8 മണിയാവും, അത് തിരക്ക് പോലെ ഇരിക്കും. അത് പിന്നെ ഒരു ഷോപ്പ് ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, തിരക്ക് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുമല്ലോ. പിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞ് ഇതുപോലെ പോവണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും സാലറി പ്രതീക്ഷിച്ച് ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു. അത് എന്റെ ഒരു ഫോൾട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ, അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതായിരുന്നു. ഈ ഒരു സാലറിയുടെ പ്രശ്നമായിരുന്നു, പിന്നെ ഈ ടൈമിങ്ങിന്റെയും പ്രശ്നമായിരുന്നു. അപ്പൊ അതിൽ വന്ന കുറെ കമന്റ്സുകളാണ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കുറെ കുട്ടികളുടെ കമന്റ്സുകളാണ്. അതിൽ കുറെ പേര് എന്നെ കോണ്ടാക്ട് ചെയ്ത് അവരിങ്ങനെ ചില കുട്ടികൾ കരഞ്ഞു വരെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവര് വോയിസും പിന്നെ കുറെ തെളിവുകൾ സഹിതം എനിക്ക് അയച്ചു തന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ സത്യം ഏതിന്റെ ഭാഗത്താണെന്ന്. അവരുടെ ഭാഗത്താണോ അതോ നമ്മുടെ ഈ പറയുന്ന കുട്ടികളുടെ ഭാഗത്താണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞാൻ വീഡിയോ ഇതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോ വന്നപ്പോ തന്നെ വീട്ടിലെല്ലാരും നല്ലപോലെ പേടിച്ച് എല്ലാരും പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട. അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല, അമ്മ വേറൊരുത്തുനിന്ന് ജോലി ചെയ്യുക. അപ്പം അമ്മ വിളിച്ചിട്ട് കരയുക തന്നെ ചെയ്യുമായിരുന്നു, ഇനി ഈ പരിപാടിക്ക് നിൽക്കേണ്ട. അവരൊക്കെ നല്ല ക്യാഷ് ടീം, ഇവരുടെ പേരിൽ തന്നെ ഒരുപാട് കേസുകൾ ഉണ്ടെങ്കിലും അവർ ബാക്കപ്പ് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ പിടിപാട് ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ അടുത്തൊന്നും നിൽക്കാനുള്ള ഇത് നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ പ്രശ്നം അങ്ങ് വിട്ടേര്, ഇനി ഇതിൽ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് നല്ല ഫോഴ്സ് വന്നു. നമ്മൾ നമ്മുടെ ഫാമിലിയെ കൂടെ നോക്കണ്ടേ, അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ ലേറ്റ് ആവാൻ കാരണം. പിന്നെ ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നു. പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഈ കമന്റ് ഇട്ട കുട്ടികൾ തന്നെ തെളിവ് സഹിതം അവർക്ക് കൊടുത്ത്, അങ്ങനെ അവർ ആ തെളിവ് സഹിതം ഓരോ വീഡിയോ ഇട്ടപ്പോഴാണ് വീട്ടുകാർക്ക് സംഭവം മനസ്സിലായത്. കുഴപ്പമില്ല, ഇതുപോലെ എല്ലാവരും കൂടെ നിൽപ്പുണ്ട്. ഇവർക്ക് പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല അതിനെതിരായിട്ട് നിൽക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഇതിൽ ഇവർ പേടിച്ച് പിന്നെ എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് വന്നപ്പോഴാണ് ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഇട്ടതിലും പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിലും പറഞ്ഞേക്കുന്നത്. ചെയ്തത് ഞങ്ങൾ അപ്ലൈ ചെയ്യുമല്ലായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു ആഡ് കണ്ട്, എനിക്ക് എന്റെ ഫ്രണ്ട് ആണെന്ന് അതിന്റെ അയച്ചു തന്നു. അപ്പൊ എന്റെ അടുത്തല്ലേ, അപ്പൊ എനിക്ക് ഈ ഷോപ്പിനെ കുറിച്ചും അറിയാം. അപ്പൊ അങ്ങനെ ഞാനും എന്റെ അനിയത്തിയും കൂടി അവിടെ ബയോഡേറ്റ കൊടുക്കാൻ ഷോപ്പിൽ പോയി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവിടെ ബയോഡേറ്റ കൊടുക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് ഇന്ന് സാറ്റർഡേ ആണ്, അവരുടെ ഓൺലൈൻ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, നേരിട്ട് ചെല്ലാം. ഇന്റർവ്യൂ എടുത്തതെന്ന് പറഞ്ഞാൽ സിബി സാർ 60ഓളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ പുള്ളിക്കാരൻ കുറെ കാര്യങ്ങൾ പറയും, അവരുടെ ആ ഒരു ബിസിനസിനെ കുറെ കാര്യം പറയും. പിന്നെ ടാർഗറ്റ് ഇല്ല എന്ന് ഞങ്ങളോട് ആ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ആ ഒരു മീറ്റിംഗിൽ പുള്ളിക്കാരൻ എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടാർഗറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെങ്കിലും 10,000 രൂപയിൽ മേളിൽ സാലറി കിട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പൊ അവിടെ വന്ന കുറെ കുട്ടികൾ, അവർക്ക് 18ഉം 20ഉം ഒക്കെ കിട്ടിയ കുട്ടികളുണ്ട്. അവര് ഇങ്ങനെ കൈപൊക്കി. അപ്പൊ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അവരോട് ചോദിച്ച്, കിട്ടിയവരോട് ചോദിച്ച് എത്ര രൂപ കിട്ടി. അപ്പൊ 18ഒക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തില്ല, ടാർഗറ്റ് ഇല്ലാതെ ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും 15ന് മേളിലേക്ക് ആർക്കും സാലറി കിട്ടത്തില്ല. അഥവാ നിങ്ങളെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് കിട്ടിയ സാലറി സ്ലിപ്പ് എന്നെ കാണിച്ചിട്ട് വേണം ഇവിടെ ജോയിൻ ചെയ്യാനെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ അന്ന് ഞങ്ങളോട് പറഞ്ഞ ടാർഗറ്റ് ഇല്ല എന്നാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഈ ഒരു സമ്മതപത്രം എഴുതിയപ്പോഴത്തേക്കിനും അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ഉണ്ട് കേൾക്കുന്നത്. ഇതുപോലെ ഇതിനൊരു ഫിക്സഡ് എമൗണ്ട് സാലറി ഇല്ല, കമ്മീഷൻ വൈസ് ആണ് നിങ്ങൾക്ക് സാലറി ഉള്ളത്. പിന്നെ ഫിക്സഡ് സാലറി ഇല്ല. ഈ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ട്രെയിനിങ്ങിനുള്ളിൽ നമുക്ക് അവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടെ അവിടുന്ന് നിർത്തിപ്പോരാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ 15 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞു വിടാം. പിന്നെ ആ ഒരു 15 ദിവസം സാലറി ഒന്നുമില്ല. നമ്മൾ വെറുതെ വേണം അവർക്ക് ആ 15 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി. ഒരാഴ്ച നിൽക്കുന്ന പിള്ളേർ എന്തായാലും അവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ പോകും. ഈ ദൂരേന്ന് വരുന്ന പിള്ളേരാണ് ഒരാഴ്ച വരെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ നിർത്തി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരിക, നമുക്ക് നിർത്തിയാലും വലിയ പ്രശ്നമില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം വരുന്ന പിള്ളേർക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. അപ്പൊ അവർ കടിച്ചു പിടിച്ച് എങ്ങനെയാലും ഒരാഴ്ച നിൽക്കും. പിന്നെ അവിടെ ഫുഡ് ഫ്രീ ആണെന്ന് ഇവര് വീഡിയോയിൽ പറയുന്നുണ്ട്. ഫുഡ് ഫ്രീ അല്ല. അവിടുത്തെ കുട്ടികൾ, നമ്മുടെ കൂടെ നിന്ന ഹോസ്റ്റലിലുള്ള കുട്ടികളുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തവര്. അവര് പൈസ പോലും ഇല്ലാതെ വീട്ടിൽ നിന്ന് വന്നത്. പക്ഷെ അവര് അവിടെ നിൽക്കുന്ന അത്രയും ദിവസവും കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഈ 15 ദിവസം നമ്മൾ അങ്ങനെ പൈസ ചെലവാക്കി അവിടെ നിന്നിട്ട് അവർക്ക് ഇഷ്ടമല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകണം, വേസ്റ്റ്. പിന്നെ അവർ ആ എഗ്രിമെന്റിൽ അവർ കാര്യം പറയുന്നത് കൊണ്ട് നമുക്ക് അവരെ ഒന്നും പറയാം. അവിടെ കുറച്ച് സ്റ്റാഫേ ഉള്ളു അടുത്തുള്ളവര്. ഇവർ ഈ മുൻഗണന എന്ന് പറയുന്നെങ്കിലും കുറച്ച് ഇപ്പൊ തന്നെ ഞങ്ങൾ പോയെടുത്ത് ഷോപ്പിൽ കുറച്ച് 2-3-4 സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഓൺലൈനിലുള്ളത് ഫുള്ള് ഹോസ്റ്റലിൽ നിൽക്കുന്ന ദൂരെയുള്ള പിള്ളേരാ. ഇടുക്കി, പിന്നെ പാലക്കാട്, കണ്ണൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പിള്ളേരെ കുറച്ച് പേരുള്ളൂ. ഇവർ ഈ എടുക്കുമെന്ന് പറയുന്നെങ്കിലും അടുത്തുള്ള ആൾക്കാരെ എടുക്കത്തില്ല. ഇതിപ്പോ ഞങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ അകത്ത് ജില്ലയുള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴ അമ്മൻകോവിൽ നിന്നാണ് ഇതിലുള്ളത്. പക്ഷെ പത്തനംതിട്ട ആയിരുന്നുണ്ടെങ്കിൽ മേ ബി ഞങ്ങളെ എടുക്കത്തില്ല. അതില് നമ്മള് അവിടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല, ഫുഡ് ഷെയറിങ് പാടില്ല. ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ 4 വർഷം ലുലുവിൽ വർക്ക് ചെയ്തതാ, എറണാകുളത്തും വർക്ക് ചെയ്താ, തിരുവനന്തപുരത്തും വർക്ക് ചെയ്താ. നമുക്ക് ഡ്യൂട്ടി ടൈമിൽ നമ്മളോട് അവർ പറയും, ഇതുപോലെ നിങ്ങൾ ഡ്യൂട്ടി ടൈമിൽ കസ്റ്റമർ വരുന്നതാ, അങ്ങനെ നിന്ന് കൂടി നിന്ന് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ ഹോസ്റ്റലിൽ പോയാൽ ഒരാൾ മിണ്ടരുത്, ഒരാളുടെ ബെഡിൽ ഒരാൾ പോയി ഇരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യരുത്. ഇവർ ഈ വീഡിയോയിലെല്ലാം എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കുന്നത്, കുട്ടികളെ കൊണ്ട് തമ്മിൽ ഫുഡ് കഴിക്കാൻ പോലും ഇവർ സമ്മതിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവര് കുട്ടികൾക്ക് ഇത്രയും ലക്ഷറി കൊടുക്കുന്നു. കഴിഞ്ഞൊരു വോയിസിൽ ഞാൻ കേട്ടായിരുന്നു അവിടുത്തെ സിബി സാർ പറയുന്നത്, ഇതുപോലെ എന്റെ കുട്ടികൾക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നതിന് വിഭവ സംബന്ധമായിട്ടുള്ള ആഹാരം കൊടുക്കുന്നതിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഇവിടെ ഷോപ്പിൽ, ഓൺലൈനിലെ കാര്യം എനിക്കറിയത്തില്ല, ഞങ്ങൾ പോയിട്ടില്ല, ഇന്റർവ്യൂവിന് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. ഇവരുടെ ഷോപ്പിലെ സ്റ്റാഫ് ഫുഡ് കഴിക്കാനിരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാല് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, അഴുക്കുചാലില്ലേ, അഴുക്കുചാലിനേക്കാളും കഷ്ടമായ സ്ഥലത്തിരുന്ന് അവർ ഫുഡ് കഴിക്കുന്നത്. ഒരു റൂം പോലും അല്ല, ഇങ്ങനെ ജസ്റ്റ് നമ്മൾ വരാന്ത പോലില്ലേ, വരാന്ത, അതിന്റെ മേളിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്ത് ഞങ്ങൾ പോയ 2ാമത്തെ ദിവസം ഞങ്ങൾ ആ മഴ നനഞ്ഞോണ്ട് നിന്ന് 10,000 അല്ലെങ്കിൽ 25,000 ചെക്കിൽ എഴുതി കൊടുക്കും. അത് അവർ കയ്യിൽ എടുത്തു കഴിയുമ്പം അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റലിന്റെ ഫൈന്, ഫുഡിന്റെ ഫൈന്, കസ്റ്റമർ കംപ്ലൈന്റ്, അല്ലാതെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈന്. പിന്നെ ഒരു വോയിസിൽ പറയുന്നുണ്ടായിരുന്നു 10,000 രൂപ വരെ നിങ്ങളെ ഫൈൻ വാങ്ങിക്കുമെന്ന്. ഏതൊരു സംസാരിച്ചാല് 10,000 രൂപ ഫൈൻ വാങ്ങിക്കുമെന്ന് പറയുന്ന ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫൈൻ കഴിഞ്ഞ് അവരുടെ കൈ കിട്ടുന്ന ചിലപ്പോൾ 4,000 രൂപ, 3,000 രൂപ, ചിലപ്പോൾ 6,000 രൂപ അത്രയൊക്കെ ആയിരിക്കും കൈ കിട്ടുന്നത്. പക്ഷെ ചെക്കിൽ കൊടുക്കുമ്പോഴോ 25,000, 40,000. അപ്പൊ അത് വീഡിയോയിലും കാണിക്കും, ഞാൻ 25,000 കൊടുത്ത്, ഞാൻ 40,000 കൊടുത്ത്.